ഈ വീഡിയോയിൽ വളരെ പ്രത്യേകതയുള്ള ഒരു ജിയോ പൊളിറ്റിക്കൽ അനാലിസിസാണ് നമ്മളിവിടെ നോക്കുന്നത്. ഇന്ത്യയുടെ ജിയോ പൊളിറ്റിക്സാണ്. ഇന്ത്യ കൃത്യമായിട്ട് ചൈനയ്ക്ക് ഒരു ചോക്ക് പോയിന്റ് വെച്ചിരിക്കുകയാണ്. അതൊരു സ്റ്റോപ്പിംഗ് പോയിൻ്റാണ്. കാരണം ഇന്ത്യ നിരന്തരം ചൈനയുമായിട്ട് ബോർഡർ വിഷയത്തെക്കുറിച്ച് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചൈന വല്ലാത്ത രീതിയിൽ ഒരു ഡോമിനേറ്റഡ് പൊസിഷനിൽ നിന്നുകൊണ്ട് ഇന്ത്യക്കെതിരെ നിരന്തരം ഒരു പ്രഷർ പോയിൻ്റാണ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇന്ത്യ വളരെ നിർണായകമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കേണ്ട സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഇന്ത്യയും ചൈനയുമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് പ്രാധാന്യം നൽകുന്ന രീതിയിൽ നമ്മൾ 2-3 വിഷയങ്ങൾ ഇവിടെ നമ്മൾ നോക്കേണ്ടതുണ്ട്. ഇപ്പം POKയിൽ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നു വെച്ചോ, അവിടെ പാകിസ്ഥാൻ ഇന്ത്യക്ക് അവകാശപ്പെട്ട കശ്മീരിൻ്റെ ചെറിയൊരു പോർഷൻ ചൈനയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്പർ 1 പോയിന്റ്. രണ്ടാമത്, നേപ്പാൾ മുതൽ ദോക്ലാം വരെയുള്ള ആ ഒരു ഏരിയ ഇന്ത്യയുടേതല്ല എന്നുള്ള ക്ലെയിമാണ് ചൈനയ്ക്കുള്ളത്. നമ്പർ 2, ലഡാക്ക് മേഖലയിൽ അവിടെയും അക്സായ് ചിൻ ആ പോർഷനിലും ചൈനയ്ക്ക് തർക്കമുണ്ട്. അപ്പം ഇത്തരത്തിൽ ഇന്ത്യയുടെ അടുത്ത് നിരന്തരം ബോർഡർ തർക്കങ്ങൾ ഉന്നയിക്കുന്ന പല പല പ്രഷർ പോയിന്റുകളാണ് ചൈന അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനിപ്പോൾ എന്താണ് സംഭവം? ഇതിലിപ്പോൾ എങ്ങനെയാണ് ഇന്ത്യ ഇതിനെ മറികടക്കാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യ ഇപ്പോൾ പുതിയൊരു പ്രഷർ പോളിസി അപ്ലൈ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. നെഹ്റു ഭരിച്ചിരുന്ന സമയത്ത് ചൈനയുടെ വൺ ചൈന പോളിസി അംഗീകരിച്ചുകൊണ്ട് നമ്മൾ ചെയ്തൊരു മിസ്റ്റേക്ക്. ഇതിപ്പം പൊളിറ്റിക്കലി നിങ്ങൾ നോക്കേണ്ട കാര്യമല്ല, അതൊരു മിസ്റ്റേക്ക് തന്നെയാണ്. കാരണം അത് മിസ്റ്റേക്കാണെന്ന് പറയേണ്ട വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, ടിബറ്റിനെയും തായ്വാനെയും ചൈനയുടെ ഭാഗമായിട്ട് അംഗീകരിച്ചുകൊണ്ടുള്ള ഇന്ത്യയുടെ കൺസെൻ്റ് ആയിരുന്നത്. ആ കൺസെൻറ്റ് കൊടുത്തോടു കൂടിയാണ് ഇപ്പം ടിബറ്റിന് ഇന്ത്യക്കുള്ളിൽ ഒഫീഷ്യലി എംബസിയോ അല്ലെങ്കിൽ അവരുടെ കൗൺസിലേറ്റോ ഇല്ല. ടിബറ്റിന് ഇന്ത്യക്കുള്ളിൽ ഓഫീസുണ്ട്, അത് കൗൺസിലേറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നു. പക്ഷേ ഒഫീഷ്യലി അത് അക്സെപ്റ്റഡ് ആയിട്ടുള്ള കൗൺസിലേറ്റ് അല്ല അത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേസമയം ടിബറ്റിനാണെങ്കിലോ, ടിബറ്റിന് അന്ന് തന്നെ ടിബറ്റിൽ നിന്നും ഇറങ്ങി വന്ന ദലൈലാമ ഉൾപ്പെടെയുള്ള അവരുടെ കംപ്ലീറ്റ് ആൾക്കാരെയും ഇന്ത്യക്കുള്ളിൽ സംരക്ഷിക്കുന്നത്. ഹിമാചൽ പ്രദേശിൽ സെപ്പറേറ്റ് ആയിട്ടൊരു സ്ഥലം കൊടുത്ത് അവിടെയാണ് അവർ താമസിക്കുന്നത്. എന്നാൽ നമ്മൾ വൺ ചൈന പോളിസിയെ അംഗീകരിക്കുകയും ചെയ്തു. ഇതൊരു മിസ്റ്റേക്കാണ്. ഇപ്പം നിങ്ങൾ ചൈനയെ നോക്കൂ. ചൈന കശ്മീരിനെ ഡിസ്പ്യൂട്ടഡ് ലാൻഡായിട്ടാണ് അവർ കണക്കാക്കുന്നത്. ഇന്ത്യയുടെ മാപ്പ് അവർ വരയ്ക്കുമ്പോൾ കശ്മീർ ചേർക്കാറില്ല. കാരണം എന്താണ്? അവർ ഡിസ്പ്യൂട്ടഡ് ലാൻഡായിട്ടാണ് കണക്കാക്കുന്നത്. വേണ്ടി വന്നാൽ കശ്മീർ പാകിസ്ഥാൻ്റെ അല്ല, അത് ചൈനയുടെയാണെന്ന് പറയാനുള്ള മാനസികാവസ്ഥയാണ് ചൈനയ്ക്കുള്ളത്. ആ ചൈനയുടെ അടുത്താണ് നമ്മൾ പോയിട്ട് വൺ ചൈന പോളിസി അംഗീകരിച്ചിട്ട് വന്നിരിക്കുന്നത്. ഈ പോളിസി മാറ്റത്തിന് ചെറിയൊരു ചേഞ്ചസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്, ക്രമേണ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അത് എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അരുണാചൽ പ്രദേശിൻ്റെ CM പ്രേം കണ്ടു പറഞ്ഞിരിക്കുന്നത് PTI എന്ന് പറഞ്ഞ ഒരു ടെലിവിഷന് വിജയ് ജോഷി എന്ന് പറഞ്ഞ ഒരു ഇൻ്റർവ്യൂവർക്ക് കൊടുത്ത ഒരു ഇൻ്റർവ്യൂ ആണ് ഇവിടെ ശ്രദ്ധേയമായിട്ട് നമ്മൾ നോക്കിക്കാണേണ്ടത്. പുള്ളിക്കാരൻ വളരെ കൃത്യമായിട്ടുള്ള ഒരു നെറേറ്റീവ് സൃഷ്ടിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ ഇതിനകത്തുണ്ട്. ചൈനയുമായിട്ട് അരുണാചൽ പ്രദേശ് എന്ത് പൊസിഷൻ എടുക്കണം, അതാണ് വളരെ വ്യക്തമായിട്ട് പുള്ളിക്കാരൻ പറഞ്ഞത്. പുള്ളി പറഞ്ഞ വിഷയങ്ങൾ വളരെ ക്ലിയർ കട്ടായിട്ടുള്ള വിഷയങ്ങളാണ്. ഇതിനകത്ത് പുള്ളി പറഞ്ഞ വിഷയത്തിൻ്റെ കാതലായിട്ടുള്ള 2-3 വിഷയങ്ങൾ ഞാനിവിടെ എടുത്ത് പറയാം. ഇതിനകത്ത് ഇന്ത്യക്ക് ബോർഡർ ഉള്ളത് ടിബറ്റുമായിട്ടാണ്, ചൈനയുമായിട്ടല്ല. വളരെ വ്യക്തമാണ്. ഇത് പ്രൈം മിനിസ്റ്റർ സംസാരിക്കേണ്ട ലാംഗ്വേജിലാണ് പുള്ളിക്കാരൻ സംസാരിച്ചിരിക്കുന്നത്. പ്രേം കണ്ടു പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ ബോർഡർ 1200 കിലോമീറ്റർ ടിബറ്റുമായിട്ടാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. 550 കിലോമീറ്റർ മ്യാൻമറുമായിട്ടാണ് ഷെയർ ചെയ്യുന്നത്. 150 കിലോമീറ്റർ ഭൂട്ടാനുമായിട്ടാണ് ഷെയർ ചെയ്യുന്നത്. അല്ലാതെ ഇന്ത്യക്ക് ഒരു കാലത്തും ചൈനയുമായിട്ട് ബോർഡറില്ല. ക്ലിയർ കട്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇത് വൺ ചൈന പോളിസിക്ക് എതിരാണ്. അതായത് ഇന്ത്യയുടെ തൊട്ടടുത്ത് കിടക്കുന്ന സ്റ്റേറ്റ് ടിബറ്റാണ്, ചൈനയല്ല എന്ന് ആവർത്തിച്ച് ഒരു ഇന്ത്യയുടെ സ്റ്റേറ്റിൻ്റെ CM പറയുകയാണ്. അതും ചൈന ആ സ്റ്റേറ്റിനെ തന്നെ പലതരത്തിലുള്ള നൂഡിൽസ്, ഷെങ്സാൻ, ഹിക്സാൻ എന്നൊക്കെ പറഞ്ഞ് പേര് വെച്ചിരിക്കുന്ന അരുണാചൽ പ്രദേശിൻ്റെ CM തന്നെ പറയുമ്പോൾ ചൈനയ്ക്ക് അത് കൊള്ളും, തീർച്ചയായിട്ടും കൊള്ളും. ഇതേ അരുണാചൽ പ്രദേശിൻ്റെ ഒരു ടൂറിസ്റ്റിനെയാണ് ചൈന അവിടെ പിടിച്ചു നിർത്തിയത്. ഇന്ത്യൻ പാസ്പോർട്ട് എങ്ങനെ അവിടെ അവൈലബിൾ ആവും? അത് ചൈനയുടെ ലാൻഡാണ്, നിങ്ങൾ ചൈനീസ് പൗരത്വം സ്വീകരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ലേഡിയെ അവിടെ പിടിച്ചു നിർത്തിയത്. ഇതൊക്കെ പ്രൊവോക്കേറ്റീവ് ആയിട്ടുള്ള തീരുമാനങ്ങളാണ്. ഇതൊക്കെ അവർ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഉറപ്പിക്കുന്നതാണ്. ഇത് ഞങ്ങളുടെ സ്ഥലമാണ് എന്നുള്ളത് ഉറപ്പിക്കുകയാണ്. എന്നിട്ട് പ്രേം കണ്ടു പറഞ്ഞിരിക്കുന്നത് സ്ഥലങ്ങൾക്ക് പേര് മാറ്റിയത് കൊണ്ട് ചരിത്രപരമായിട്ടുള്ള സ്ഥലത്തിൻ്റെ രീതിയിൽ ഒരു മാറ്റം വരാൻ പോകുന്നില്ല. ഫാക്റ്റ്, യു കനോട്ട് ചേഞ്ച് ദ ഫാക്റ്റ്. പേര് മാറ്റിയത് കൊണ്ട് ഫാക്റ്റ് മാറ്റാൻ പറ്റില്ല എന്നാണ് പ്രേം കണ്ടു പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീണ്ടും ആവർത്തിച്ച് നമ്മളുടെ ഫോറിൻ പോളിസിയിൽ നമ്മൾ വരുത്താൻ പോകുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ, നൺ ഓഫ് ദ ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഷെയറിംഗ് ബോർഡർ വിത്ത് ചൈന, ടിബറ്റ്. ഇനി നമ്മളും വാർത്ത വായിക്കുമ്പോൾ ഇന്ത്യ ടിബറ്റ് ബോർഡർ എന്ന് വേണം പറയാൻ.
അങ്ങനെ പറയുന്നതാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ നയം. ഇന്ത്യയുടെ ഫോറിൻ പോളിസിയുടെ നയമാണത്. ഇന്ത്യ ചൈന ബോർഡർ എന്ന് പറയുന്നതിന് പകരം ഇന്ത്യ ടിബറ്റ് ബോർഡർ എന്ന് വേണം പറയാൻ. അത് ഇത് ആവർത്തിച്ച് നമ്മളും രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകണം. നമ്മൾ പ്രത്യേകിച്ച് ഈ POKയിൽ ഒരു പ്രതിഷേധം നടക്കുന്നുണ്ടെന്ന് വെച്ചോ, അവിടെ ഒരു ചെറിയ സ്ഥലം ചൈനയുടെ സൈഡിലുണ്ട്. ചൈന തീർച്ചയായിട്ടും അത് വിട്ടുകൊടുത്തിട്ട് മര്യാദയ്ക്ക് അവർക്ക് വൺ ചൈന പോളിസിയിൽ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോവാം. അതല്ല കശ്മീരിൽ വന്നിട്ട് ഇന്ത്യക്കെതിരെയുള്ള നിലപാടുകൾ എടുക്കുകയും, കാരണം ഇപ്പം ചൈനയ്ക്കാണ് ഏറ്റവും കൂടുതൽ POKയുടെ പ്രതിഷേധം വേദന ഉണ്ടാക്കുന്നത്. കാരണം ചൈന പൈസ മുടക്കിയിട്ടിരിക്കുന്ന കാരക്കോറം ഹൈവേ റോഡ് അതിലെയാണ് കടന്നു പോകുന്നത്, സീപക് കോറിഡോർ. ആ സീപക് കോറിഡോറിന് ഇതൊരു തടസ്സമാവും. ഇനി ഈ പൊതുജനങ്ങൾ ആവശ്യപ്പെടുന്നത് പോലെ ഇവരൊരു ഇൻഡിപെൻഡൻസ് നേടി ഒന്നെങ്കിൽ അവർ സെപ്പറേറ്റ് ഓട്ടോണമി ആയിട്ട് അവരവിടെ കഴിയുകയോ അല്ലാന്നുണ്ടെങ്കിൽ അവർ ഇന്ത്യയോടൊപ്പം ചേരുകയോ എന്തെങ്കിലുമൊക്കെ ആയി കഴിഞ്ഞാൽ ചൈനയ്ക്ക് അവിടെ മൊത്ത പവർ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പല വിഷയങ്ങളുണ്ട്. ഇന്ത്യക്ക് അഫ്ഗാനിസ്ഥാനുമായിട്ട് ഡയറക്റ്റ് കണക്ടിവിറ്റി വരികയാണ്. ഇതെല്ലാം തന്നെ ചൈനയെ അസ്വസ്ഥതപ്പെടുത്തുന്ന വിഷയങ്ങളാണ്. ഇത് ഇന്ത്യയുടെ ഒരു ജിയോ പൊളിറ്റിക്കൽ മാസ്റ്റർ സ്ട്രോക്കാണ് ചൈനയ്ക്ക്. ചൈന ഒട്ടും പ്രതീക്ഷിച്ചില്ല വൺ ചൈന പോളിസിക്കെതിരെ ഇന്ത്യ ശക്തമായി നിലപാടെടുക്കും എന്നുള്ളത്. ഇത് ഗ്രാജുവലി ഇങ്ങനെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഈ വൺ ചൈന പോളിസിക്കെതിരെ UPA സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ 2010 തന്നെ മൻമോഹൻ സിംഗ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അതായത് വൺ ചൈന പോളിസി അംഗീകരിക്കേണ്ടതില്ല എന്ന നിലപാട് എടുത്തിട്ടുണ്ട്. പക്ഷേ രാജീവ് ഗാന്ധി വൺ ചൈന പോളിസിയെ അനുകൂലിക്കുകയാണ് ചെയ്തത്. ജവഹർലാൽ നെഹ്റു അക്സെപ്റ്റ് ചെയ്ത വൺ ചൈന പോളിസിയെ രാജീവ് ഗാന്ധി ഒന്നുകൂടെ എൻഡോസ് ചെയ്യുകയാണ് ചെയ്തത്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് വിഷയങ്ങൾ സംഭവിച്ചിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ടിബറ്റ് ബുദ്ധിസം എന്ന് പറയുന്നത് 8th സെഞ്ച്വറി മുതലേ ഇന്ത്യയിലെ നളന്ദ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ് ആ ഒരു നളന്ദ യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ ബുദ്ധിസം തന്നെ ഗ്രോ ആയി കിടക്കുന്നത്. അതുപോലെ അരുണാചൽ പ്രദേശിൻ്റെ ഉള്ളിൽ ദവാങ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി ഉണ്ട്. അതിന് 1681 സ്ഥാപിച്ചതാണ്. ഈ അരുണാചൽ പ്രദേശിലുള്ള ഈ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിക്ക് അവിടെയുള്ള ഈ മോങ്സ്, ബുദ്ധിസ്റ്റ് മോങ്സ് അഥവാ ബുദ്ധ ഭിക്ഷുക്കൾ, അവരെ കാണാനൊക്കെ ടിബറ്റിൽ നിന്നും ആൾക്കാർ വന്നു പോയിരുന്ന ഒരു സ്ഥലമാണ് ഈ മൊണാസ്ട്രി. അത്രമാത്രം ചരിത്ര പ്രാധാന്യമുള്ള കണക്ഷൻ, കൾച്ചറലി ഇന്ത്യയുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചിരുന്ന രാജ്യമാണ് ടിബറ്റ്. ആ ടിബറ്റിനെയാണ് ചൈന വിഴുങ്ങിയിട്ട് ഇപ്പം ചൈനയുടെ ബോർഡറാണ് ഇത് എന്നുള്ള രീതിയിൽ ചൈനയുടെ സ്റ്റേറ്റുകളാണ്, അരുണാചൽ പ്രദേശ് വരെ ചൈനയുടെയാണെന്നുള്ള അവകാശവാദവുമായിട്ട് ചൈന നിൽക്കുന്നത്. കാരണം ചൈനയുടെ എല്ലാ തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളെയും പൊളിച്ചെടുക്കുന്ന രീതിയിലാണ് ഈ PTIക്ക് കൊടുത്ത ഇൻ്റർവ്യൂവിൽ അരുണാചൽ പ്രദേശിൻ്റെ CM പറഞ്ഞു വെച്ചത്. ഇത് ഞാൻ എന്തുകൊണ്ടാണ് ഇത്രമാത്രം എടുത്ത് പറയുന്നത് പറഞ്ഞാൽ, ഇനി വരും ദിവസങ്ങളിൽ ചൈനയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ ഒരു ടോപ്പിക് ഉയർന്നു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ബോർഡർ നെഗോസിയേഷൻ ടഫ് റൂട്ടിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ചൈനയുമായിട്ട് പഞ്ചശീല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ. രണ്ടുപേരും സമാധാനപരമായിട്ട് മുന്നോട്ട് പോവുക, കോ എക്സിസ്റ്റൻസ്, പരസ്പരം രണ്ടുപേർക്കും മുന്നോട്ട് പോകാനുള്ള ഒരു എഗ്രിമെൻ്റ് ആയിരുന്നത്. അതിനൊക്കെ യാതൊരു പ്രസക്തിയും ഇല്ലാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ. കാരണം ഇപ്പോൾ ചൈന പൂർണ്ണമായിട്ട് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. എല്ലാ നെഗോസിയേഷനിലും അവർ അവരുടേതായിട്ടുള്ള പോയിന്റ് പറഞ്ഞിട്ട് പോവുക എന്നുള്ളൊരു ശീലമാണ് അവരിപ്പം സ്ഥിരമായിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ഇന്ത്യക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. ഇന്ത്യ അതുകൊണ്ടാണ് ഇന്ത്യയുടെ ഫോറിൻ പോളിസിയിൽ ചൈനയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ചെറിയൊരു മാറ്റം ഇന്ത്യ കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ വൺ ചൈന പോളിസിക്കെതിരെ തന്നെ ആയിരിക്കണം അത് എന്നുള്ളത് ഇന്ത്യക്ക് നിർബന്ധമുണ്ട്. ആ രീതിയിലേക്ക് ഇന്ത്യയുടെ ഫോറിൻ പോളിസി ചൈനയുമായിട്ട് മാറ്റിപ്പിടിക്കുകയാണ്. നീ ബ്രിക്സിൽ മെമ്പറാണ്, നീ വന്നോ പൊയ്ക്കോ, അതെല്ലാം വേറെ വിഷയം. ബ്രിക്സിൽ നിനക്ക് എന്താണോ പ്രാധാന്യമുള്ളത് അതേ പ്രാധാന്യം ഇന്ത്യക്കുമുണ്ട്, അതുപോലെ തന്നെ റഷ്യക്കുമുണ്ട്, ബ്രിക്സിലെ മെമ്പേഴ്സിനെല്ലാം ഉണ്ട്. പക്ഷേ അത് വെച്ചുകൊണ്ട് ഇത്തരത്തിൽ ബോർഡറിൽ കയറി കളിക്കുന്ന ഈ വിഷയം വേണ്ട എന്നുള്ളതാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ നിലപാട്. ഇപ്പം നമ്മൾ ചൈനയുമായിട്ടുള്ള ഒരു ചരിത്ര നാൾ വഴികൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1950 പീപ്പിൾ റിപ്പബ്ലിക് ചൈന എന്ന് പറഞ്ഞിട്ട് അവർ പ്രഖ്യാപിക്കുന്നത്. അപ്പം തന്നെ ഇന്ത്യ അതിനെ അംഗീകരിച്ചിട്ടുണ്ട്. 1954 പഞ്ചശീല കൊണ്ടുവരുന്നത്. അതും നമ്മൾ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. അന്ന് പ്രൈം മിനിസ്റ്റർ നെഹ്റുവാണ്. 54 പഞ്ചശീല അംഗീകരിച്ച് ഈ പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ് ആണ്, വൺ ചൈന പോളിസി ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അന്ന് തന്നെ ഇതിനെ ഓക്കെ പറഞ്ഞിട്ട് മിണ്ടാതിരുന്ന സമയത്താണ് 1962 ചൈന ഇന്ത്യക്കെതിരെ യുദ്ധവുമായിട്ട് വരുന്നത്. അവിടെ നെഹ്റു വല്ലാത്ത രീതിയിൽ മാനസിക സമ്മർദ്ദവും വലിയ രീതിയിലുള്ള ഡിസപ്പോയിൻമെൻറ്റ് നേരിടേണ്ടി വന്നു ജവഹർലാൽ നെഹ്റുവിന്. ജവഹർലാൽ നെഹ്റു അവശനായതിന് ഈ 1962 യുദ്ധം തന്നെ ഒരു കാരണമായിട്ട് കൂടി പല വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്.
അതേ ചൈനയ്ക്ക് യുദ്ധമെല്ലാം കഴിഞ്ഞ് 1988 രാജീവ് ഗാന്ധി വിസിറ്റ് ചെയ്യാണ്. എന്നിട്ട് വൺ ചൈന പോളിസിയെ വീണ്ടും എൻഡോസ് ചെയ്യാണ്. 1950 ജവഹർലാൽ നെഹ്റു എൻഡോസ് ചെയ്ത അതേ പോളിസിയെ രാജീവ് ഗാന്ധി 1988 പോയിട്ട് എൻഡോസ് ചെയ്യാണ്. പക്ഷേ ആ പോളിസി ഒരു പരാജയമാണ്, അത് പാടില്ല, ചൈന നമുക്കെതിരെയാണ് പലപ്പോഴായിട്ട് പെരുമാറുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് 2010 UPA സർക്കാർ ചൈനയുടെ വൺ ചൈന പോളിസിക്കെതിരെ ആദ്യമായിട്ട് നിലപാടെടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് 2014 ഇപ്പോഴത്തെ നിലവിലെ ഗവൺമെൻറ് അതിനെതിരെയുള്ള നിലപാട് തന്നെയാണ് എടുത്തിരുന്നത്. പലപ്പോഴായിട്ട് നമ്മൾ അതിനെ ഡിപ്ലോമസിക്ക് വേണ്ടിയിട്ട് ഒരു ഫോറിൻ പോളിസി സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ബാക്ക് ആൻഡ് ഫോർത്ത് നമ്മൾ പ്ലേ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും പിന്നീട് നമ്മൾ വൺ ചൈന പോളിസിയെ ഒഫീഷ്യലി അംഗീകരിക്കുന്നതായിട്ട് എവിടെയും പറഞ്ഞിട്ടില്ല, പറയാൻ തയ്യാറല്ല. അത് കഴിഞ്ഞിട്ട് 2020 ഗാൽവാൻ വാലി ഇഷ്യൂ ഉണ്ടാകുന്നുണ്ട്. 2021 ദലായ് ലാമയുടെ ബർത്ത്ഡേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി വിഷസ് രേഖപ്പെടുത്തുന്നുണ്ട്. അത് വലിയ രീതിയിൽ ചൈനയെ ചൊടിപ്പിച്ചതാണ്. അങ്ങനെ 2022 ഇന്ത്യ ഒഫീഷ്യലി വൺ ചൈന പോളിസിയെ ഒപ്പോസ് ചെയ്ത് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് 2024 അമേരിക്കയുടെ സപ്പോർട്ടോടു കൂടി നമ്മൾ ഈ ടിബറ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയം, ദലായ് ലാമയുടെ ഇമ്പോർട്ടൻസ്, ഇതെല്ലാം തന്നെ US-ൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി US-ൻ്റെ കോൺഗ്രസ്സിൽ നമ്മൾ ടിബറ്റിൻ്റെ വിഷയം ഒരു ഇൻഡിപെൻഡൻറ്റ് വിഷയമാണ്, ഇതൊരു ഡിസ്പ്യൂട്ടഡ് ലാൻഡ് എന്നുള്ള നിലയിൽ നമ്മൾ ഈ ദലായ് ലാമയുടെ ആവശ്യത്തെ അമേരിക്കയെടുത്ത് ധരിപ്പിച്ച് അമേരിക്ക കൃത്യമായിട്ട് ചൈന ചെയ്തിരിക്കുന്നത് ഒക്കുപ്പേഷനാണെന്നുള്ള തരത്തിൽ നമ്മൾ US-ൻ്റെ കോൺഗ്രസ്സിൽ റെസൊല്യൂഷൻ പാസ്സാക്കാനുള്ള സംവിധാനം നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമേരിക്കയിൽ നിന്നും റെപ്രസെൻറ്റേറ്റീവ്സ് ഇന്ത്യയിലേക്ക് എത്തി ടിബറ്റ് ലീഡറായിട്ട് ദലായ് ലാമയെ കണ്ട് സംസാരിച്ച് അങ്ങനെയുള്ള മീറ്റിംഗ് ഒക്കെ നമ്മൾ നടപ്പിലാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ ചൈനയ്ക്കെതിരായിട്ടുള്ള നടപടികളാണ്. അത് ചൈന വളരെ കൃത്യമായിട്ട് ഇത് മോണിറ്റർ ചെയ്യുന്നുണ്ട്. ചൈനയ്ക്കെതിരെയുള്ള കൃത്യമായിട്ടുള്ള പ്രഷർ പോളിസിയാണ് ഈ വൺ ചൈന പോളിസിക്കെതിരെ നമ്മൾ നിലപാടെടുക്കുന്നത്. സാധാരണ ചൈനയ്ക്കെതിരെ ആരും അങ്ങനെ നിലപാടെടുക്കാറില്ല. അങ്ങനെ ഒരു നിലപാടെടുത്തു കഴിഞ്ഞാൽ ചെറിയ രാജ്യങ്ങൾക്കൊന്നും പിടിച്ചു നിൽക്കാൻ പോലും പറ്റത്തില്ല. ഇന്ത്യ ആയതുകൊണ്ട് ചൈനയ്ക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല. തീർച്ചയായിട്ടും ചൈന ഇത്തരത്തിലുള്ള പ്രഷർ പോളിസികളെ ഭയക്കുന്നു എന്നുള്ളത് മുൻകാല ചരിത്രങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യ ഇപ്പോഴും ഈ പോളിസിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ചൈനയെ മെരുക്കാൻ ഇത് തന്നെയാണ് ബെസ്റ്റ് വഴി. അപ്പോൾ അങ്ങനെ ടിബറ്റ് ഒരു സോവറൈൻ സ്റ്റേറ്റ് ആണെന്നുള്ളത് അമേരിക്ക അംഗീകരിച്ചിട്ടുണ്ട്, ഇന്ത്യ ഇപ്പം അംഗീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2026 ഇപ്പം നമ്മൾ ചൈന ഒഫീഷ്യലി ക്ലെയിം ചെയ്യുന്ന ഇന്ത്യൻ അരുണാചൽ പ്രദേശിൻ്റെ ചീഫ് മിനിസ്റ്റർ തന്നെ കൃത്യമായിട്ട് അതിൻ്റെ മറുപടി കൊടുത്തിരിക്കുകയാണ്. ഈവൻ പ്രൈം മിനിസ്റ്റർ പോലും കൊടുക്കേണ്ടതില്ല, CM കൊടുത്താൽ മതിയാവും. അത്തരത്തിലുള്ള സില്ലി ആയിട്ടുള്ള വിഷയമായിട്ട് ഇതിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ത്യ വൺ ചൈന പോളിസിക്കെതിരെ നിലപാടെടുത്തുകൊണ്ട് ശക്തമായിട്ട് ചൈനയ്ക്കെതിരെയുള്ള തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുകയാണ്. ഇത് ചൈനയെ മെരുക്കാനുള്ള, ചൈനയെ ഒരു മൂലയ്ക്ക് ഒതുക്കിയിരുത്താൻ വേണ്ടിയിട്ട് ഇന്ത്യ എടുത്തിരിക്കുന്ന ഒരു ഡിസിഷനാണ്, ബോൾഡ് ഡിസിഷനാണ്. അന്ന് നമ്മൾ ടിബറ്റിനെ ഒപ്പം നിർത്തിയിരുന്നുവെങ്കിൽ അന്ന് നമുക്ക് ഇത്രയും എഫക്റ്റീവായിട്ടുള്ള ഒരു ഇതില്ല. ഇതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് വന്നു ഭവിച്ചത് 1962 നമ്മൾ യുദ്ധം പരാജയപ്പെട്ടതാണ്. ആ പരാജയമാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഫർദറായിട്ടൊരു ഡോമിനേറ്റഡ് റോൾ കുറേ കാലത്തേക്ക് എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് നമ്മളെ മാറ്റി നിർത്തിയത്. അതാണ് ഇതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ളൊരു പോയിന്റ്, നെക്ക് പോയിന്റ്. അവിടെ തൊട്ട് 1962 മുതലാണ് ചൈന ഇത്തരത്തിൽ ഡോമിനേറ്റഡ് പൊസിഷനിൽ വന്ന് നിന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടത്. അതിനെ ഇപ്പം ഇന്ത്യ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുകയാണ്. വൺ ചൈന പോളിസിയെ എതിർത്തുകൊണ്ട് അതിനെ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുകയാണ്. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ചൈനയും ഇന്ത്യയും തമ്മിൽ ഇത്തരത്തിലുള്ള ജിയോ പൊളിറ്റിക്കൽ റൈവൽറി നിരന്തരം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ബോർഡറുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്ത്യ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് ചൈന ക്ലെയിം ചെയ്യുന്ന ലഡാക്ക് മേഖലയായിക്കോട്ടെ, അതുപോലെ അരുണാചൽ പ്രദേശ്, ദോക്ലാം, നേപ്പാൾ ബോർഡർ ഏരിയ, ഭൂട്ടാൻ സൈഡ്, അതുപോലെ തന്നെ സിക്കിമിൻ്റെ ആ ഒരു ഏരിയ എല്ലാം തന്നെ ചൈനയുടേതല്ല. അത് ടിബറ്റുമായിട്ടാണ് ഇന്ത്യക്ക് ബോർഡർ ഉള്ളത്, ചൈനയുമായിട്ട് ഇന്ത്യക്ക് ബോർഡർ ഇല്ല. അപ്പോൾ നമ്മൾ ഇനി മുതൽ നമ്മൾ പറയേണ്ടത് ഇന്ത്യ ടിബറ്റ് ബോർഡർ എന്നാണ്, ഇന്ത്യ ചൈന ബോർഡർ എന്നല്ല. ഇന്ത്യ ആ ഒരു നിലപാടിൽ നിന്നും പിന്നോട്ട് വരികയാണ്. വൺ ചൈന പോളിസിയെ ഇനി അംഗീകരിക്കുന്നില്ല എന്നുള്ള നിലപാടാണ് ഇപ്പോൾ ഇന്ത്യ എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.